ഹായ് ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിപ്പോൾ ഉള്ളത് നല്ല ഭംഗിയുള്ളൊരു ബൊഗെയിൻവില്ല ഗാർഡൻ്റെ അടുത്താണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫ്രൂട്ട്സ് ഗാർഡൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ തന്നെയുള്ള ബൊഗെയിൻവില്ലകളുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നോക്കി, ഇത്ര മനോഹരമായിട്ടുള്ള വൈറ്റ് ബൊഗെയിൻവില്ല നല്ല കാവടി പോലെ നിൽക്കുകയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു യെല്ലോ വെറൈറ്റിയാണ്. നോക്കി, യെല്ലോ വെറൈറ്റി നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അതേ ബൊഗെയിൻവില്ലകൾ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ച് ബൊഗെയിൻവില്ല ഇങ്ങനെ വലിയ മരങ്ങൾ പോലെ പോട്ടിൽ വെച്ചിട്ട് നല്ല ഹൈറ്റിൽ പൈപ്പ് വെച്ചിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ പോകുമ്പോൾ അത്രയ്ക്ക് ബ്രാഞ്ചസ് വന്ന് മുകളിൽ നിന്ന് പൂവുണ്ടായി ഇങ്ങനെ വീണ് കിടക്കും. അതിപ്പോൾ ഈ ഓറഞ്ചൊക്കെ നോക്കി ഇത്ര ഹൈറ്റിലാണ് പോയിരിക്കുന്നത് നോക്കി. അപ്പോൾ ഇതുപോലുള്ള സിമെൻറ്റ് പോട്ടിൽ ഇതുപോലെ PVC പൈപ്പ് വെച്ച് കെട്ടിയിട്ടാണ് ഈ ബൊഗെയിൻവില്ലാസ് എല്ലാം വിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ഇത്ര ഹൈറ്റിൽ പോകുമ്പോൾ നിറച്ച് പൂക്കളായി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വെറൈറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ താഴെ അത് വളർന്നിട്ടില്ല, ഹൈറ്റ് വെച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ കാവടി പോലെയാണ് ഇങ്ങനൊരു വൈറ്റ് നിൽക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് വൈറ്റ് വെറൈറ്റി. അപ്പോൾ ഇതായാലും ഇത്ര ഹൈറ്റിൽ പോയിരിക്കുന്നതുകൊണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ കാവടി പോലെ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ഇത് നോക്കി, ഇതൊരു പിങ്ക് വെറൈറ്റിയാണ്. ഇതിലിപ്പോൾ പൂക്കൾ കുറഞ്ഞതാണ് കേട്ടോ. ഇനി ഇവിടേക്ക് വൈറ്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതും ഒരു വൈറ്റാണ്. ഇതിലൊക്കെ നിറച്ച് ഫ്ലവേഴ്സ് ആയിരുന്നു, അപ്പോൾ പൊഴിഞ്ഞ് വരുന്നതാണ്. പിന്നെ ഇവിടെ ഒരു പിങ്കുണ്ട്, വെറിഗേറ്റഡ് ലീഫാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെയും വൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെയും വൈറ്റിൻ്റെ വെറൈറ്റി ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഒരു സിംഗപ്പൂർ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. സിംഗപ്പൂർ പിങ്ക് നല്ല റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ നോക്കി, ഇതെന്ന് പറയുമ്പോൾ മൊണാലിസ റെഡാണ്. മൊണാലിസയുടെ വെറൈറ്റിയാണ്. ചെറിയ ലീഫായിട്ട് വന്നിട്ട് നിറച്ച് പൂക്കളുണ്ടാവുന്ന ഒരു ഭംഗിയുള്ളൊരു പൂക്കളാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നോക്കി, ഇഷ്ടമല്ല കാണാണ്ട് പൂക്കൾ നിൽക്കാമെന്ന് പറയില്ലേ കേട്ടോ. നിറച്ച് പൂക്കളാണ് ഇതിൽ. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് ഇത്. പിന്നെ ഇത് ഒരു ലാവണ്ടർ, ലൈറ്റ് ലാവണ്ടർ കളറാണ്. ഇതിൽ നിറച്ച് പൂക്കളാണ് കേട്ടോ. പൂക്കൂടെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല രസമായിട്ടുള്ള ഭംഗിയുള്ളൊരു കളറാണ്. ഇതിപ്പോൾ ഇത്തിരി ഡിമ്മായേക്കുന്നതാണ്. നല്ല ഇത്തിരി കൂടി നല്ല ലാവണ്ടറാണ്. ഇതിപ്പോൾ വെയിൽ കൊണ്ട് പൂ ഏകദേശം പൊഴിയാറായിട്ടുള്ളൊരു കളറാണ്. ഇനി ഈ വശത്തേക്ക് നോക്കുമ്പോൾ, ഈ വശത്തേക്ക് നമ്മൾ ഇതിങ്ങനെ കിടന്ന് പൂക്കളോടുകൂടിയ ഒരുപാട് പൂക്കളോട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല രസമുള്ളൊരു ലാവണ്ടറാണ്. കുറേ നാളായിട്ടുള്ളൊരു കടയാണ്. കാണുമ്പോൾ തന്നെ അറിയാം. ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വന്ന് മേലേന്ന് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഇതും നല്ല ഭംഗിയുള്ളൊരു പിങ്ക് വെറൈറ്റിയാണ്. ഇത് വേറൊരു പിങ്ക് വെറൈറ്റിയാണ്. ഇത് നോക്കി, ഒരു വൈറ്റിൻ്റെ ഒരു നല്ല രസമുള്ളൊരു വലിയൊരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഇത് നോക്കി, ഇതവിടെ നിന്ന് മേലേന്ന് ഇങ്ങനെ ഒരു എന്താ പൂവിൻ്റെ ഒരു മരം ചാഞ്ഞ് നിൽക്കുന്ന പോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വളഞ്ഞ് വന്ന് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് വേറൊരു ലാവണ്ടറാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ലീഫായിട്ട് വന്നിട്ട് നല്ല പർപ്പിൾ കളറിൽ വന്നിട്ടുള്ള ഒരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു പിങ്ക് വെറൈറ്റി ഉണ്ട്. നല്ല രസമുള്ളൊരു പിങ്ക് ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ലാവണ്ടർ കളറിൻ്റെയും ഇപ്പോൾ കണ്ട പർപ്പിളിൻ്റെയും മിഡിലുള്ള ഇത്തിരി കൂടി ഒരു കളർ വെറൈറ്റി ആയിട്ട് തോന്നുന്നൊരു വെറൈറ്റിയാണ്. ഇവിടേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും യെല്ലോ വെറൈറ്റി ഉണ്ട്. ഇതിനൊരു എന്താ പറയുക, ഇതുപോലെ പോട്ടിൽ കല്ല് വെച്ച് ഉയർത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ടാവാം ഇത് നല്ല രീതിയിൽ ഗ്രോത്തും ഉണ്ട്. നല്ല രീതിയിൽ പോട്ടിലേക്ക് ഇങ്ങനെ തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റുകൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ ഇവിടുത്തെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫ്ലവർ ഷോയൊക്കെ കാണാൻ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്കിപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ മനസ്സിലാവും. ഒരു ഫ്ലവർ ഷോയ്ക്കൊക്കെ പോയിട്ട് നമ്മൾ അവിടേക്ക് നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന ഒരു ഫീല് കിട്ടും. ഇത് ശരിക്കും ഫ്ലവറിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ മാസം 2 മാസമൊക്കെ മുമ്പ് നിറച്ച് ഫ്ലവേഴ്സായിരുന്നു. പക്ഷേ മഴ ഇങ്ങനെ മാറി മാറി പെയ്യുമ്പോൾ, ചൂടും മഴയും മാറി വരുമ്പോൾ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. ഇത്രയും ഭംഗിയുള്ള ഒരു ബൊഗെയിൻവില്ല ഗാർഡൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ടീച്ചർ റിട്ടയർമെൻറ്റ് ലൈഫിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ പരിപാലിക്കുന്നത്
മകനും കൂടിയാണ്. മകനാണ് ഇതൊക്കെ പരിപാലിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര തിരക്കുള്ള ലൈഫ് സ്റ്റൈലായാലും ചെടികളോടും പൂക്കളോടും ഒക്കെ ഉള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് തരും. ഇതിങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്നവരായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഗസ്റ്റ് വന്നാലും ആര് വന്നാലും ഇത്രയും നയന മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കും പൂക്കളെ സ്നേഹിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.